Hello guys, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് to conduct this session with this amazing person. He is so inspiring, so amazing, so community minded, so benevolent. ശരിക്കും നിങ്ങൾ അറിയാത്ത ആൾക്കാർ നമ്മളെ ലൊക്കാലിറ്റിയിൽ വളരെ റെയർ ആയിരിക്കും, റൈറ്റ്? അതെ. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഓക്കെ, എൻ്റെ പേര് മുഹമ്മദ് ഷെരീഫ്. സ്ഥലം അറിയാലോ, മുണ്ടമ്പ്രയാണ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ NRI ആയിരുന്നു. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആണ്. ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ഒരു റിസോർട്ട് ബിസിനസ്സൊക്കെ ആയിട്ട് പോവാണ്. അതാണ് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അതാണ്. പിന്നെ വാപ്പ KP മമ്മാക്ക എന്ന് പറയുന്ന നാട്ടിൽ നമ്മുടെ അറിയാം. ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് കണ്ടു വളരുന്ന ഒരു വാപ്പ. പിന്നെ സ്റ്റേജിൽ നിന്നാണ് നമ്മളൊക്കെ വരുന്നത്. പിന്നെ രാഷ്ട്രീയത്തിലൊരു എൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ടേ വാപ്പാനെ കണ്ടിട്ടുള്ള പരിചയം, അതുപോലെ തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് SLCക്ക് പഠിക്കുന്ന കാലത്ത് SFIയിലൂടെ സ്കൂൾ ലീഡറായിട്ടും അതിനുശേഷം SFIൻ്റെ ഏരിയ അന്ന് കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റിയാണ്. കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം DYFI അരീക്കോട് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഒന്ന് മഞ്ചേരി ബ്ലോക്കാണ്. മഞ്ചേരി ബ്ലോക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗൾഫ് പോയി. സോ ഷെരീഫ് കാ, യു ആർ എ വെരി സക്സസ്ഫുൾ ഓൺടർപ്രണർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? ഈവൻ ആ ടൈമിലായാലും ഈ പാർട്ടിയെ നന്നായിട്ട് സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടെയാണ്, റൈറ്റ്? ഈ ഒരു ജേർണി ഫ്രം ബിസിനസ് ടു ദിസ് പൊളിറ്റിക്സ്, ഇപ്പോൾ ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് കമ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, റൈറ്റ്? വെള്ളേരി വാർഡിൽ. സോ ഈ ഒരു ജേർണി ലൈക്ക് വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്സിൽ ഈ പാൻ്റെ അടുത്ത് നിന്നുള്ള ഒരു എക്സ്പീരിയൻസ്, അതിൽ കൂടെയാണ് പൊളിറ്റിക്സ് വരുന്നത്. പിന്നെ പ്രവാസിയായ സമയത്തും പൊളിറ്റിക്സിൽ നമ്മൾ ഒരിക്കലും മാറി നിന്നിട്ടില്ല. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും നാട്ടിലെ എല്ലാ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ക്ഷേമപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് ബ്ലോക്കിലേക്ക്. അപ്രതീക്ഷിതമായിട്ട് പാർട്ടി ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ എന്നുള്ള രീതിക്ക് പാർട്ടി പറയുമ്പോൾ എന്തായാലും ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അതൊരു ഗൗരവമുള്ള ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് തന്നെയാണ് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ളത്. തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ മത്സരിക്കുന്നത് അരീക്കോട് ബ്ലോക്ക് വെള്ളേരി ഡിവിഷനാണ്, റൈറ്റ്? അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും എന്നെ പാർട്ടി ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അവർ എന്തെങ്കിലും ഒരു വ്യത്യസ്തത അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് എന്നെ ഈ ഒരു മത്സര രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലോക്കിൽ നിന്ന് നോർമലി നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബ്ലോക്ക് മെമ്പർ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഹൈഡായി പോവുകയാണ്, കാണുന്നേ ഇല്ല. കാരണം അത് റോഡ്, പാലം, അങ്ങനത്തെ ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങളോ അങ്ങനെയാണ് പോവുക ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം, അതെന്തായാലും വേണം. ആ കൂട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്നും കൂടെ, അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒന്നും കൂടെ ശ്രദ്ധ ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 1, 2, 3 എന്ന് പറയുന്ന ഒരു പ്ലാൻ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പരമപ്രധാനമായിട്ടുള്ള കാര്യം മെഡിസിൻ. അതായത് നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും മെഡിസിൻ, അത് ഹോസ്പിറ്റലിൽ നിന്നും എല്ലാ മെഡിസിനും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ MCT മുണ്ടമ്പ്ര എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ കീഴിൽ ഒരു 14 വർഷത്തോളമായിട്ട് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കൊക്കെ നമ്മൾ സൗജന്യമായിട്ട് മെഡിസിൻ എത്തിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് എൻ്റെ ഡിവിഷനിലെ 10 വാർഡിലും നടപ്പിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കല്ല, ഉറച്ച തീരുമാനമാണ്. ഞാൻ ജയിച്ചാൽ എന്തായാലും അത് 1 മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലെത്തും. രണ്ടാമത്തെ കാര്യം, ശരിക്കും ഇത് ആദ്യം പറയേണ്ടിയിരുന്നു. എനിക്ക്, അതായത് ഞാനൊരു ബ്ലോക്ക് മെമ്പറായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു സാലറി ഉണ്ട്. വലിയ എമൗണ്ട് ഒന്നല്ലെങ്കിലും ഒരു സാലറി ഉണ്ടാവും. ഞാൻ പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടുന്ന സാലറി എൻ്റെ ഡിവിഷനിലുള്ള മുഴുവൻ വാർഡിലെയും ജനങ്ങളെ പൊതു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് മാത്രം ഉപയോഗിക്കാന്നല്ല, അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കും. അത് സുതാര്യമായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഒരു ആംബുലൻസ് സർവീസ് നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ MCTൻ്റെ ഒരു ആംബുലൻസ് സർവീസ് പരീക്ഷിച്ചതാണ്, നല്ല വിജയമാണ്. അപ്പോൾ അതുപോലെ ഒരു ആംബുലൻസ് സർവീസ് സൗജന്യ നിരക്കിൽ എൻ്റെ ഡിവിഷനിലുള്ള മുഴുവൻ വാർഡിലെ ജനങ്ങൾക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ആംബുലൻസ് സൗജന്യ നിരക്കിൽ തന്നെ ഒരു സർവീസ് കൊടുക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നാലാമത്തെ കാര്യം, ഞാനൊരു സംരംഭകനാണല്ലോ. അപ്പോൾ ജനങ്ങൾ എൻ്റെ അടുത്ത് നിന്നെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, സർക്കാർ കുറേ സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പുതിയ സംരംഭക രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വന്ന് നാട്ടിൽ നിൽക്കുന്നവർക്കും സെറ്റിലാകാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ട എല്ലാ ഗൈഡ് ലൈനും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സൗജന്യങ്ങളുണ്ട്. ഒരുപാട്, അതായത് 1 lakh തൊട്ട് 25 lakh വരെയുള്ള സബ്സിഡികൾ വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതും ഈസി പ്രൊസീജിയറാണ്. പക്ഷെ നമ്മളാരും അറിയാതെ പോവാണ്, നമ്മളാരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ട ഒരു ഗൈഡ് ലൈനും ക്ലാസ്സും ഒക്കെ കൊടുക്കാൻ, അതൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക. തീർച്ചയായും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും നമ്മുടെയൊക്കെ എല്ലാ വാർഡിലും.
കുറച്ചാണെങ്കിലും ഉണ്ട്. ഉണ്ട്, അതെ അതെ. അപ്പോൾ അതേപോലെയുള്ള ആളുകൾക്ക് പാവങ്ങളാണ്, അവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ്. ഇത് ആക്ച്വലി ഞാൻ കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഷെരീഫ് കുറെ ഇടപെട്ടിട്ട് ഈ ഒരു കാര്യം ത്വരിതപ്പെടുത്തുന്നു. ഞാൻ ആ ഒരു രംഗത്ത് കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര നമുക്കൊരു മാനസികമായിട്ട് സാറ്റിസ്ഫൈഡ്, ഒരു സംതൃപ്തി കിട്ടുന്ന കാര്യമാണ്. അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെയുള്ള കുറെ ആളുകളെ ഞങ്ങൾ പിന്നെ പല രീതിയിലും സപ്പോർട്ട്, ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, പല രീതിയിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് അവർക്ക് വേണ്ട ഒരു എന്റർടൈൻമെന്റും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സംവിധാനം അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ജയിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ മാത്രമല്ല, അത് പരമാവധി ഒന്നും കൂടെ ഉഷാറാക്കി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഷെരീഫ് ഖാ, നിങ്ങളിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ് സൗജന്യമായിട്ട് മെഡിസിൻ കൊടുക്കുന്നത്. അതെ അതെ അതെ. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും, അത് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ഇത്? എന്താ ചോദിച്ചാൽ നന്നായി, കാരണം ഇത് ആളുകൾക്ക് വിശ്വാസം വരില്ല. കാരണം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ധാരണ. ഞങ്ങൾ 14 വർഷമായിട്ട് മുണ്ടമ്പ്ര ആർക്ക് അന്വേഷിച്ചാൽ അറിയാം, നിങ്ങൾക്ക് അതേ കാര്യം. 14 വർഷമായിട്ട് നമ്മൾ ഇവിടെ MCTന്റെ കീഴിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്ന ആളുകൾക്ക് അവിടെ കിട്ടാത്ത മെഡിസിൻ, നമ്മൾ എന്ത് ചെയ്യും, ഒരു മെഡിക്കൽ ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് ജനങ്ങൾക്ക് മൊത്തം, അതായത് നമ്മളെ ഉദ്ദേശിക്കുന്ന ഈ ഡിവിഷനിലുള്ള മൊത്തം ആളുകൾക്ക് ഒരു കാർഡ് കൊടുത്തിട്ട് ആ കാർഡ് മുഖാന്തരം അവിടെ പോയിട്ട് മെഡിസിൻ വാങ്ങാനുള്ളൊരു സംവിധാനം, അതാണ് ഉദ്ദേശം. അത് തീർച്ചയായിട്ടും നടക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ എന്തായാലും ഒരു വിജയിച്ച് വരികയാണെങ്കിൽ, അങ്ങനെ ജയിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വിജയിച്ച് വരികയാണെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഷെരീഫ് ഖാ, ഈ ഒരു ഇലക്ഷൻ്റെ ടൈം ആകുമ്പോൾ ബ്ലോക്ക് മെമ്പേഴ്സ് ആയാലും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരായാലും പല ജാതി പല ടൈപ്പ് പ്രോമിസ് ആയിട്ടാണ് വീട്ടിലും നാട്ടിലും അവർ, റൈറ്റ്? പക്ഷേ ഇവർ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരെ മഷിട്ട് നോക്കിയാൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ് പല സന്ദർഭത്തിലും. ഇത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം? ഒറ്റ കാര്യം, ഞാൻ പറ്റുന്നതേ പറയുള്ളൂ, പറയുന്നത് ചെയ്തിരിക്കും. ഒരു പേടിയും പേടിക്കേണ്ട. ഞാൻ പറയുന്ന വാഗ്ദാനങ്ങൾ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ സമയബന്ധിതമായിട്ടും പൂർത്തീകരിച്ചിരിക്കും, തീർച്ചയാണ്. സോ ഷെരീഫ് ഖാ, ഈ ഒരു വളരെ കുറഞ്ഞ ഈ ഒരു ചിറ്റ് ചാറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്, ആക്ച്വലി കുറേ പ്രോമിസും കാര്യങ്ങളൊക്കെ, അതൊക്കെ നടപ്പിലാക്കാൻ പറ്റട്ടെ. നടപ്പിലാക്കിയിട്ടുള്ള ഒരു ലെഗസി നിങ്ങളുടെ ഫാമിലിക്കുള്ളും ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. പിന്നെ ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സമയം തന്നത് റിയലി അപ്രീഷിയേറ്റ്, ആൻഡ് ഐ വാണ്ട് ടു വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി ഇലക്ഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.